നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീ സായർ തോട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം അഥവാ CTS എന്നൊരു രോഗാവസ്ഥയെക്കുറിച്ചാണ്. CTS എന്നതിന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ മണിബന്ധം അഥവാ റിസ്റ്റ് ജോയിൻറ്റിനെയും അതേപോലെ കൈത്തണ്ടയെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും ആർക്കൊക്കെയാണ് ഉണ്ടാകുന്നതെന്നും അതേപോലെ തന്നെ അതിൻ്റെ ആയുർവേദ പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിർദ്ദേശിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇത് സാധാരണമായിട്ട് കണ്ടുവരുന്നത് കൈത്തണ്ടയും റിസ്റ്റ് ജോയിൻറ്റും ഒരേപോലെ ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ ബാർബർമാർ, മുടി വെട്ടുന്ന ആൾക്കാർ, സർജന്മാർ, നേഴ്സുമാർ, ഡെൻറ്റിസ്റ്റുകൾ, ചില മെക്കാനിക്കുകൾ, തയ്യൽ ചെയ്യുന്ന ആൾക്കാർ, തയ്യൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, വയലിനൊക്കെ പോലെയുള്ള ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് വായിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരിലാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇതോടൊപ്പം തന്നെ ഡയബറ്റിസ്, ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ ആർത്രൈറ്റിസ് അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരിലും ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നത് കാർപ്പൽ ടണൽ, അതായത് ഇവിടെ ഒരു ബാൻഡ് പോലെയുള്ള ഒരു ടണൽ പോലെയുള്ള ഏരിയ ഉണ്ട്. ആ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന നീർക്കെട്ടാണ്. ഈ ഒരു ടണലിൽ കൂടി കടന്നു പോകുന്ന നെർവാണ് മീഡിയൻ നെർവ്. നമ്മുടെ ഷോൾഡറിൽ നിന്ന് തുടങ്ങി ഈ ഒരു ടണൽ കടന്ന് വിരലുകളിലേക്ക് പോകുന്ന നെർവാണ് മീഡിയൻ നെർവ്. ഈ ഒരു കാർപ്പൽ ടണലിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് മൂലം ഈ മീഡിയൻ നെർവ് കംപ്രസ്ഡ് ആവുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ളവരിൽ കയ്യിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും അതേപോലെ നെർവ് കണ്ടക്ഷനും ഒക്കെ കുറഞ്ഞു വരുന്നു. അപ്പോൾ നമ്മുടെ വിരലുകൾക്ക്, ഈ 3 വിരലുകൾക്ക് നല്ല തരിപ്പ് അനുഭവപ്പെടും. അതേപോലെ തന്നെ കൈത്തണ്ടയ്ക്ക് വേദന അനുഭവപ്പെടാറുണ്ട്. അതേപോലെ കയ്യിന് ബലക്കുറവ് പലരും പറയാറുണ്ട്. അതായത് ഒരു ഗ്ലാസ്സൊക്കെ എടുത്ത് പിടിക്കാൻ തന്നെ ബുദ്ധിമുട്ട് ഇത്തരം അവസ്ഥകളിൽ ആളുകൾ പറയാറുണ്ട്. അതേപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ശക്തിയായിട്ടുള്ള വേദന മൂലം ഉറക്കം നഷ്ടപ്പെടുന്നതായിട്ടും ചില സിവിയർ കേസുകളിൽ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മിക്കവാറും ഈ കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ഒരു ഭാഗമായിട്ട് കാണപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ആളുകളിൽ മോഡേൺ മെഡിസിനിൽ പലപ്പോഴും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകളും NSAID പോലെയുള്ള ഡ്രഗുകളും അതേപോലെ എക്സസൈസുകളും ഒക്കെയാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇതുകൊണ്ടൊന്നും മാറാത്ത പക്ഷം പലപ്പോഴും സർജറിയിലേക്ക് പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം സർജറി ചെയ്താലും പിന്നീടും ഈ ഒരു പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നതായിട്ട് പല കേസുകളിലും കണ്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ റൂട്ട് കോസ് ഇതൊന്നുമല്ല, നേരത്തെ പറഞ്ഞ പല കാരണങ്ങളും ആയിരിക്കും. അവർ ചെയ്യുന്ന ജോലി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അങ്ങനെ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഇതിലവിടെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ വേദന പിന്നീട് റെക്കറൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഏറ്റവും നല്ലത് ആയുർവേദ ചികിത്സയാണ്. ആയുർവേദത്തിൽ വാതരോഗ ചികിത്സയാണ് ഇത്തരം അവസ്ഥകളിൽ ചെയ്യുന്നത്. അകത്തേക്കും പുറത്തേക്കും പലതരത്തിലുള്ള ചികിത്സാ രീതികൾ ഇതിന് അവലംബിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അകത്തേക്ക് യുക്തമായ നീർക്കെട്ട് കുറയ്ക്കാനുള്ള രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അതേപോലെ പുറമേക്ക് ധാര, ലേപനങ്ങൾ, ചില കേസുകളിൽ അഗ്നികർമ്മം പോലെയുള്ള ചികിത്സകളൊക്കെ ഇത്തരം അവസ്ഥകളിൽ നിർദ്ദേശിക്കാറുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർജറി കൂടാതെ തന്നെ ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവർ ആയുർവേദ ചികിത്സ തേടണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും ആയുർവേദത്തിൻ്റെ ഈ ഒരു ഗുണങ്ങൾ പ്രയോജനപ്പെടുത്തട്ടെ എന്നതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ലോകാ സമസ്ത സുഖിനോ ഭവതു.